Hi everyone, welcome back to our YouTube channel Let's Smile PSC. നമ്മുടെ 30 ഡേയ്സ് ഇംഗ്ലീഷ് മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഡേ 14th ക്ലാസ് ആണിന്ന്. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് സെൻറ്റൻസ് കറക്ഷനാണ്. ഇത് കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി നമ്മൾ സെൻറ്റൻസ് കറക്ഷൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കൊരു പരീക്ഷയ്ക്ക് സെൻറ്റൻസ് കറക്ഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. എന്തൊക്കെ ഗ്രാമർ എറേഴ്സ് ആണ് നമുക്ക് ആ സെൻറ്റൻസിൽ ഉണ്ടാവുക പോലുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം സെൻറ്റൻസ് കറക്ഷൻ എന്ന് പറയുന്നത് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അവിടെ നമ്മൾ നമ്മുടെ ഗ്രാമർ, അതിൻ്റെ യൂസേജ്, അതിൻ്റെ ക്ലാരിറ്റി ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതിന് ഇത്തരത്തിലുണ്ടാകുന്ന എന്തൊക്കെ കോമൺ എറേഴ്സ് ആണ് ഒരു സെൻറ്റൻസിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, സെൻറ്റൻസിലുള്ള എറർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നോക്കുന്ന ഒരു കാര്യമാണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും എറർ ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. എന്താണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്നുള്ളത് നമ്മളുടെ പ്ലേലിസ്റ്റിൽ, ഈ ഒരു 30 ഡേയ്സ് മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതിലേക്ക് വരികയാണെങ്കിൽ കുറച്ചുകൂടി കൃത്യമായിട്ട് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നോക്കുക, ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റും വെർബും ഒരു മാച്ചിലാണോ ഉള്ളത് എന്ന് നമ്മൾ നോക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മുടെ വെർബും സിംഗുലർ ആയിരിക്കണം, അതുപോലെ അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മുടെ വെർബും പ്ലൂറൽ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. അപ്പം സബ്ജക്റ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു നൗണോ പ്രൊനൗണോ പിന്നെ സിംഗുലർ ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ പ്ലൂറൽ ആവുക എന്ന് വെച്ചാൽ എന്താ, എസ് ഒ ഇ എസ് ഒ ഉണ്ടാവും. അതേപോലെ വെർബ് സിംഗുലർ ആവുമ്പോഴാണ് എസ് ഒ ഇ എസ് ഒ ഉണ്ടാവുക, പ്ലൂറൽ ആവുമ്പോൾ എസ് ഒ ഇ എസ് ഒ ഇല്ലാത്ത ഫോം ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, ദ ഡോഗ്സ് ബാർക്സ് അറ്റ് നൈറ്റ് എന്നുള്ളതാണ്. അവിടെ എന്താണ് പ്രശ്നം, ഇവിടെ ഡോഗ്സ് എന്നുള്ളത് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡോഗ്സ് ആണ്. ഡോഗ്സ് എന്നുള്ളത് പ്ലൂരലാണ്. അതുകൊണ്ട് നമ്മുടെ വെർബായിട്ടുള്ള ബാർക്സ് എന്നുള്ളതിന് പകരം ബാർക്ക് മതി. കാരണം ഇത് പ്ലൂരൽ ആവുമ്പം വെർബും പ്ലൂരൽ ആവണം. പ്ലൂരൽ വെർബിന്റെ കൂട്ടത്തിൽ എസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ബാർക്സ് എന്നുള്ളതിന് പകരം ബാർക്ക് എന്നായിട്ട് മാറും. അടുത്തത് ഷീ ഗോ ടു വർക്ക് എവറി ഡേ എന്ന് പറയുന്നതിൽ ഇവിടെ നോക്കൂ, നമ്മുടെ സബ്ജക്റ്റ് ഷീ ആണ്, ഗോ ആണ് നമ്മുടെ വെർബ്. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഷീ സിംഗുലർ ആണ്, പക്ഷെ ഗോ എന്ന് പറയുന്നത് പ്ലൂരൽ വെർബാണ്. സോ അതിവിടെ തെറ്റ് വന്നു. എന്ത് ചെയ്യണം, ഒന്നുകിൽ ഷീ എന്നുള്ളതിനെ നമ്മൾ പ്ലൂരലിലേക്ക് മാറ്റണം, അത് ദേ എന്നായിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ അതിന് പകരം അതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കലി പോസിബിൾ എന്ന് പറഞ്ഞാൽ ഗോനെ നമ്മൾ സിംഗുലർ ആക്കുന്നതാണ്. അങ്ങനെ ഗോയുടെ സിംഗുലർ ആയിട്ടുള്ള ഗോസ് ചേർക്കുകയാണ്. ബാക്കിയെല്ലാം കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ഷീ ഗോസ് ടു വർക്ക് എവറി ഡേ എന്ന് ആകും. ടെൻസിൽ ഉണ്ടാവുന്ന എറേഴ്സ്. ഓക്കെ, അതായത് ആ ഒരു പറയുന്ന സമയം, ആ ഒരു പർട്ടിക്കുലർ സെന്റൻസിലുള്ള ടെൻസിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ സെന്റൻസിലെ വെർബ് കൃത്യമായിട്ട് ആ ഒരു നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു കാലം കറക്റ്റായിട്ട് പറയുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള തെറ്റുകൾ വന്നതിനെയാണ് നമ്മൾ ടെൻസ് എറർ എന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, ഹി വിൽ വെന്റ് ടു സ്കൂൾ എന്നുള്ളതാണ്. അവിടെ നമുക്കറിയാം വില്ലും വെന്റിനുമാണ് അവിടെ പ്രശ്നം എന്ന് മനസ്സിലാക്കുക. കാരണം എന്താണ്, വില്ലിന്റെ കൂടെ നമ്മൾ എപ്പോഴും വെർബ് 1 ഫോമുകൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. പക്ഷെ വെന്റ് എന്ന് പറയുന്നത് വെർബ് 2 ഫോം ആണ്. സോ അവിടെ നമുക്ക് വില്ലിന്റെ ആവശ്യമില്ല. സോ ഹി വെന്റ് ടു സ്കൂൾ എന്നാകും. ഓക്കെ, അത് ടെൻസിലെ ഡിഫറൻസ് ആണ്. നമ്മൾ ഒരിക്കലും വില്ലിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യില്ല, V2 ഫോമോ V3 ഫോമോ ഉപയോഗിക്കില്ല. പകരം V1 ഫോം മാത്രമാണ് നമ്മൾ വില്ലിന്റെ കൂടെ നമ്മൾ വില്ലിന്റെ ഷാലിന്റെയും കൂടെ ഒക്കെ വിൽ ഗോ ടു സ്കൂൾ, ഹി വിൽ ഗോ ടു സ്കൂൾ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ഹി വിൽ ഗോസ് ടു സ്കൂൾ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് പ്രസന്റ് ടെൻസിൽ മാത്രമാണ് നമ്മുടെ എസ് ഓർ ഇ എസ് എന്ന് പറയുന്ന സബ്ജക്ട് വെർബ് എഗ്രിമെന്റിന്റെ പ്രശ്നം ഉണ്ടാവുന്നത്. ഒരിക്കലും ഫ്യൂച്ചർ ടെൻസിലേക്കോ പാസ്റ്റ് ടെൻസിലേക്കോ വരുന്ന സമയത്ത് അതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സാധാരണ V1 വില്ലിന്റെ കൂടെ നമ്മൾ എപ്പോഴും V1 ഫോം മാത്രമേ ചേർക്കുകയുള്ളൂ. ഒന്നുകിൽ ഹി വിൽ ഗോ ടു സ്കൂൾ എന്നായിരിക്കും, അതല്ലെങ്കിൽ ഹി വെന്റ് ടു സ്കൂൾ. അതിപ്പോൾ 2 രീതിയിലാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പം ഇതിലുള്ളതിൽ ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു നമുക്ക് മാർക്ക് കിട്ടുക എന്നുള്ളത്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ ആണ് ഷീ ഈസ് കം ടുമാറോ എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഈസും കമ്മിലുമാണ് പ്രശ്നമുള്ളത്. കാരണം ഈസ് നമ്മൾ സാധാരണയായിട്ട്
എന്തിൻ്റെ കൂടെ, സിമ്പിൾ പ്രസന്റ് ടെൻസിൻ്റെ കൂടെ നമ്മൾ ഈസ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ഈസ് വരുന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ കണ്ടിന്യൂസിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ അപ്പോൾ എന്ത് പറ്റും, ഷീ ഈസ് കമ്മിങ് ടുമാറോ എന്നാവും. ഷീ ഈസ് കം ടുമാറോ എന്നുള്ളത് എന്താണ്, ടെൻസ് വൈസ് നോക്കുകയാണെങ്കിൽ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഈസ് വേണ്ട ആവശ്യമില്ല, പകരം ഈസ് വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് അവിടെ കമ്മിങ് എന്ന് എഴുതാം. അതല്ലെങ്കിൽ ഷീ ഈസ് കമ്മിങ് ടുമാറോ എന്നാവാം, അല്ലെങ്കിൽ ഷീ കംസ് ടുമാറോ എന്ന രീതിയിലോ ആവാം. ഓക്കെ, അടുത്ത ഒരു എററാണ് പ്രൊണൗൺ എറർ. അതായത് നമ്മൾ പ്രൊണൗൺ യൂസ് ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന തെറ്റുകളാണ്. അതിന് എക്സാമ്പിൾ ആണ് പറഞ്ഞത്. മീ ആൻഡ് രാജ് ആർ ഗോയിങ് എന്നുള്ളതിന് പകരം രാജ് ആൻഡ് ഐ ആർ ഗോയിങ് എന്ന് പറയുമ്പോഴാണ് അത് ആ സെന്റൻസ് വളരെ കറക്റ്റ് ആവുന്നത്. രാജും ഞാനും പോകുന്നു എന്നുള്ള രീതിയിലേക്ക് ആവുക. അതേപോലെ തന്നെ ദിസ് ഈസ് ഫോർ ഷീ എന്നുള്ളത്, ഷീ എന്ന് പറഞ്ഞ പ്രൊണൗണിന് പകരം അവിടെ ഉപയോഗിക്കുന്നത് ഹെർ എന്നുള്ള പ്രൊണൗൺ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, പ്രിപ്പോസിഷണൽ എറർ, അതായത് ഒന്നുകിൽ റോങ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻ ഉപയോഗിക്കുക, അതല്ലെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കുക. അതായത് ഹി ഈസ് ഗുഡ് ഇൻ മാത്ത് എന്നാണ് നമ്മൾ പറയുന്നിടത്ത്, പക്ഷെ യഥാർത്ഥത്തിൽ ഗുഡ് ഇൻ മാത്ത് എന്നല്ല പറയേണ്ടത്, പകരം ഗുഡ് അറ്റ് മാത്ത് എന്നുള്ളതാണ് നമ്മൾ പറയുക, ഗുഡ് അറ്റ് മാത്ത്. അതേപോലെ തന്നെ ഷി ഈസ് മാരീഡ് വിത്ത് എ ഡോക്ടർ എന്നുള്ളതിൽ വിത്തല്ല, ഷി ഈസ് മാരീഡ് എ ഡോക്ടർ അല്ലെങ്കിൽ മാരീഡ് ടു എ ഡോക്ടർ എന്ന് നമ്മൾ പറയാറുണ്ട്. മാരീഡ് എ ഡോക്ടർ ഈസ് ഓക്കെ. ആർട്ടിക്കിളുള്ള എറർ, നമ്മൾ എ ആൻഡ് ദ പോലുള്ള സാധനങ്ങൾ വേണ്ടാത്തടത്ത് ഉപയോഗിക്കുക, വേണ്ടുന്നിടത്ത് ഉപയോഗിക്കാതിരിക്കുക, മാറി ഉപയോഗിക്കുക പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഹി ഈസ് എ ഓണസ്റ്റ് മാൻ എന്നുള്ളതാണ്. അപ്പം എയും ഓണസ്റ്റിലും ഉള്ള പ്രശ്നമാണ്. കാരണം ഇത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഹോണസ്റ്റ് എന്നാവുമ്പോഴാണ് അത് എ ആവുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ HONEST എന്ന് പറയുന്ന വാക്കിന്റെ പ്രൊനൗൺസിയേഷൻ ഓണസ്റ്റ് എന്നാണ്. എച്ച് സൈലന്റ് ആണ്, ഓണസ്റ്റ് എന്നാണ്. അപ്പം എന്ത് വരും? സോ ഇറ്റ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് O. ഇറ്റ്സ് എ വവൽ സ്റ്റാർട്ടിംഗ് വിത്ത് എ വവൽ സൗണ്ട് O. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ഹർ ഈസ് ആൻ honest man. Okay. Then next one, she bought an umbrella and an apple. An umbrella വളരെ correct ആണ്, but an apple is not correct. It should be an apple or some apples. അല്ലെങ്കിൽ എന്താ പറയാ, ഒന്നുകിൽ an apple എന്നാക്കുക, അതായത് യെസിന്റെ ആവശ്യമില്ല, സിംഗുലർ ആക്കുക. അതല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, സം ആപ്പിൾസ്. കാരണം ആപ്പിൾസ് എന്നുള്ളത് പ്ലൂറൽ ഫോം ആണ്. സോ അതിന്റെ കൂട്ടത്തിൽ ഒരിക്കലും എയോ ആനോ വരാൻ വേണ്ടി പാടില്ല. അതിന്റെ കൂട്ടത്തിൽ മറ്റേതെങ്കിലും ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പറയേണ്ടത്. ക്വാണ്ടിറ്റേറ്റീവ് പ്രൊനൗൺ പ്രൊപ്പോസിഷൻസോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ വരുന്നത് നമ്മൾ സം ആപ്പിൾ എന്ന് പറയാം. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു യൂസേജ് ആണ്. മിസ്പ്ലേസ്ഡ് മോഡിഫയർ. മോഡിഫയർ എന്ന് വെച്ചാൽ അഡ്ജക്റ്റീവ് ആവാം, അഡ്വർബ് ആകാം, അതല്ലാതെയുള്ള മറ്റു മോഡിഫയേഴ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള മോഡിഫയേഴ്സ് കറക്റ്റ് ആയിട്ട് ഇപ്പം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വസ്തുവിനെ മോഡിഫൈ ചെയ്യാനായിരിക്കുമല്ലോ മോഡിഫയേഴ്സ് ഉപയോഗിക്കുക. അതിനോട് ചേർന്ന് പറയേണ്ടത് മാറ്റി പറയുന്നത്, അതായത് അതിന്റെ പ്ലേസ് മാറ്റുന്നത്. അതായത് ഇപ്പം ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്നുള്ളതിന് ഗേളിനെയാണ് മോഡിഫൈ ചെയ്യുന്നത്, ബ്യൂട്ടിഫുൾ എന്നുള്ളത് അല്ലെ. അതിന് പകരം ആ ബ്യൂട്ടിഫുൾ എന്നുള്ളത് ആദ്യം ഷീ ബ്യൂട്ടിഫുൾ ഈസ് ഗേൾ എന്ന് പറഞ്ഞാൽ അർത്ഥം മാറിപ്പോ അല്ലെ. അപ്പൊ അങ്ങനെ നമ്മുടെ മോഡിഫയേഴ്സ് മിസ്പ്ലേസ് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, റണ്ണിങ് ഫാസ്റ്റ് ദ ഫിനിഷ് ലൈൻ വാസ് റീച്ച് എന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ ഈ ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് റണ്ണിങ് എന്ന് പറയുന്ന ആ ഒരു വെർബിന്റെ മോഡിഫയർ ആയിട്ട് ഉപയോഗിക്കുന്നത്, അഡ്വർബായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെ പ്രശ്നം എന്താ വെച്ചാൽ ആ ഒരു റണ്ണിങ് ഫാസ്റ്റ് ആയതുകൊണ്ടാണ് അയാൾ ഫിനിഷ് ലൈനിൽ റീച്ച് ചെയ്തത്. ഓക്കെ, അപ്പം ഫിനിഷ് ലൈൻ അല്ലല്ലോ എത്തുന്നത്, ഫിനിഷ് ലൈനിലേക്കല്ലേ എത്തുന്നത്. അപ്പം അവിടെ ഹി റീച്ച് ദ ഫിനിഷ് ലൈൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മോഡിഫയർ യൂസ് ചെയ്തിരിക്കുന്നത്. ഹി ഓൾമോസ്റ്റ് ഡ്രോവ് ഹെർ കിഡ്സ് ടു സ്കൂൾ എവറി ഡേ. ഓക്കെ, ഇവിടെ ഈ ഓൾമോസ്റ്റ് എന്ന് പറയുന്ന സാധനം അതൊരു മോഡിഫയർ ആണ്. അതെവിടെയാണ്,
ഓൾമോസ്റ്റ് എവറി ഡേക്കാണ് നമുക്ക് വേണ്ടത്. എവറി ഡേ എന്ന് പറയുന്ന സംഭവത്തെയാണ് ഈ ഓൾമോസ്റ്റ് കൊണ്ട് മോഡിഫൈ ചെയ്യുന്നത്. സോ അത് ഡ്രൈവിനെ അല്ല മോഡിഫൈ ചെയ്യുന്നത്, പകരം എന്തിനെയാണ്? എവറി ഡേനെയാണ് മോഡിഫൈ ചെയ്യുന്നത്. സോ ഈ ഒരു മോഡിഫയർ എവിടെ വേണം? ഇവിടെ വേണം അല്ലേ? അതായത് എവറി ഡേക്ക് മുമ്പ് വേണം. അതായത് ഷീ ഡ്രോവ് ഹെർ കിഡ്സ് ടു സ്കൂൾ ഓൾമോസ്റ്റ് എവറി ഡേ എന്നാവും. ഓക്കെ. ചില സമയത്ത് നമ്മൾ ഡബിൾ നെഗറ്റീവുകൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഹി ഡിഡിൻറ്റ് സീ നത്തിങ് എന്ന് പറയുന്ന വാക്കിൽ രണ്ട് നെഗറ്റീവുകൾ ഉണ്ട്. ഒന്ന് ഡിഡിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള അർത്ഥമാണ്, നത്തിങ് എന്ന് പറഞ്ഞാൽ അർത്ഥവും ഇല്ല എന്നാണ്. അപ്പോൾ ഇത് ഒരു നെഗറ്റീവ് ഇവിടെ വന്നു, ഒരു നെഗറ്റീവ് ഇവിടെ വന്നു. അങ്ങനെ രണ്ട് നെഗറ്റീവുകൾ നമ്മൾ ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല. രണ്ട് നെഗറ്റീവുകൾ ഒന്നിച്ച് പറഞ്ഞാൽ അതെന്തായിട്ട് മാറും? അത് പോസിറ്റീവായിട്ട് മാറും. ആ സെന്റൻസിന് പിന്നെ മീനിങ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറും. അതായത് ഹി ഡിഡിൻറ്റ് സീ നത്തിങ്, അവൻ ഒന്നും തന്നെ കണ്ടില്ല എന്നായി. ഓക്കെ. അപ്പം അർത്ഥം അവൻ ഒന്നും തന്നെ കണ്ടില്ല എന്നായി. പക്ഷെ അതെങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഹി ഡിഡിൻറ്റ് സീ എനിത്തിങ്, അവൻ ഒന്നും കണ്ടില്ല. രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. ഒന്നും തന്നെ കണ്ടില്ല എന്നും അവൻ ഒന്നും കണ്ടില്ല എന്നുള്ളതിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? അപ്പം നമ്മൾ രണ്ട് നെഗറ്റീവുകൾ ഒന്നിച്ച് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഏതെങ്കിലും ഒരു നെഗറ്റീവിനെ നമ്മൾ പോസിറ്റീവ് ആക്കിയാൽ മാത്രമാണ് ആ സെന്റൻസ് കറക്റ്റ് ആവുക. ഐ കാൺ ഹാർഡ്ലി വെയിറ്റ്. ഇനി ഒരു പ്രശ്നമാണ് ഈ ഹാർഡ്ലി പോലുള്ള, ബെയർലി, ഹാർഡ്ലി, സെൽഡം പോലുള്ള വാക്കുകളുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നെഗറ്റീവ് വേർഡ്സ് ആണ്. ഓക്കെ. നമ്മൾ ഐ വർക്ക് ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഞാൻ പണിയെടുത്തിട്ടേ ഇല്ല എന്നാണ് അർത്ഥം. ഓക്കെ. പക്ഷെ നമുക്കത് മനസ്സിലാവുന്നില്ല. നമ്മളെപ്പോഴും ഹാർഡ്ലി, എൻ്റെ മോൻ ഭയങ്കര ഹാർഡ്ലി പണിയെടുത്തു എന്ന് പറഞ്ഞാൽ അർത്ഥം അവൻ വർക്ക് ചെയ്തിട്ടില്ല, അവൻ ഹാർഡ്ലി പഠിച്ചിട്ടുണ്ട് ടീച്ചറെ എന്ന് പറഞ്ഞാൽ അർത്ഥം അവൻ പഠിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. ഓക്കെ. ഇപ്പം കാണ്ടും ഹാർഡ്ലിയും രണ്ട് നെഗറ്റീവ് വേർഡ്സ് ആണ്. അപ്പം ഐ ക്യാൻ ഹാർഡ്ലി വെയിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അർത്ഥം. ഐ ക്യാൻ ഹാർഡ്ലി വെയിറ്റ് എന്ന് വെച്ചാൽ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ വരും? ഐ കാണ്ട് ഹാർഡ്ലി വെയിറ്റ് എന്ന് വെച്ചാൽ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള അർത്ഥത്തിലേക്ക് വന്നു. പക്ഷെ ഐ ക്യാൻ ഹാർഡ്ലി വെയിറ്റ് എന്ന് വെച്ചാൽ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അർത്ഥത്തിലേക്ക് വന്നു. ഓക്കെ. അടുത്താണ് റിഡൻഡൻസി. റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ ഒരേ ഐഡിയ തന്നെ നമ്മൾ വീണ്ടും പറയുക, ഒരേ സെന്റൻസ് തന്നെ സെയിം ഐഡിയ രണ്ടു വട്ടം പറയുക. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഷീ റിട്ടേൺ ബാക്ക് ഹോം. ഓക്കെ. ഇവിടെ രണ്ട് വാക്കുകളുണ്ട്, റിട്ടേൺഡും ബാക്കും. ഇതിന്റെ രണ്ടിന്റെയും അർത്ഥം ഒന്നാണ്, തിരിച്ചെത്തി എന്നുള്ള അർത്ഥമാണ്. ഓക്കെ. അപ്പൊ ഷീ റിട്ടേൺഡ് ഹോം എന്ന് മതി, റിട്ടേൺഡ് ബാക്കിന്റെ ആവശ്യമില്ല. ഇങ്ങനെ ഒരേ അർത്ഥത്തിലുള്ള രണ്ട് വാക്കുകൾ ഇങ്ങനെ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ റിഡൻഡൻസി എന്ന് പറയുന്നത്. അൺനെസസറി ആയിട്ടുള്ള ഇത്തരത്തിലുള്ള റിപ്പീറ്റേഷൻ ആ സെന്റൻസിനെ നശിപ്പിക്കാറുണ്ട്. ഓക്കെ. അടുത്താണ് ദ റീസൺ ഈസ് ബിക്കോസ് ഹി വാസ് ലേറ്റ്. ഓക്കെ. ഈ റീസൺ എന്ന് വെച്ചാലും ബിക്കോസ് എന്ന് വെച്ചാലും കാരണം എന്നുള്ള അർത്ഥമാണ്. ഓക്കെ. അപ്പം അത് രണ്ടും ഒന്നിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ദ റീസൺ ഈസ് ദാറ്റ് ഹി വാസ് ലേറ്റ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഹി വാസ് ലേറ്റ് ബിക്കോസ് ഓഫ് ദ റീസൺ എന്ന് പറയാം. അങ്ങനെ പറയാം. ഓക്കെ. രണ്ടും ബിക്കോസും റീസണും ഒന്നിച്ച് ഇങ്ങനെയുള്ള ഒരു സെന്റൻസ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ഇനിയുള്ളതാണ് ഹോമോഫോൺ. അതായത് ചില വാക്കുകൾ നമുക്ക് കേൾക്കുമ്പോൾ രണ്ട് വാക്കുകൾ ഉണ്ടാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ അഫക്റ്റ് ആൻഡ് എഫക്റ്റ്, ഇത് രണ്ടും ഏകദേശം ഒരുപോലെ തോന്നും. അതേപോലെ അഡാപ്റ്റ് ആൻഡ് അഡോപ്റ്റ്, ആക്സെപ്റ്റ് ആൻഡ് എക്സെപ്റ്റ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം. ഒരു സെന്റൻസിൽ വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഹി വാസ് എഫക്റ്റഡ് ബൈ ദ മൂവി. ഓക്കെ. എഫക്റ്റ് എന്ന് വെച്ചാലുള്ള അർത്ഥവും അഫക്റ്റ് എന്ന് വെച്ചാലുള്ള അർത്ഥവും വ്യത്യാസമുണ്ട്. ഹി വാസ് എഫക്റ്റഡ് ബൈ ദ മൂവി അല്ല, ഹി വാസ് അഫക്റ്റഡ് ബൈ ദ മൂവിയാണ്. മേ ബി നമ്മളിപ്പം ആ ഒരു മലയാളം അർത്ഥം എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ശരിയാണെന്ന് നമുക്ക് തോന്നും, ബട്ട് അവിടെ വ്യത്യാസമുണ്ട്. എഫക്റ്റഡ് അല്ല, അവിടെ അഫക്റ്റഡ് ആണ് വേണ്ടത്. അങ്ങനെ സിമിലർ സൗണ്ടിലുള്ള വേർഡ്സ് അല്ലെങ്കിൽ സിമിലർ സൗണ്ട് ആണ് പക്ഷെ ഡിഫറെന്റ് മീനിങ് ഉള്ള വേർഡ്സ് സെന്റൻസിൽ വരുമ്പോൾ നമുക്ക് അർത്ഥത്തിലുള്ള ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. ദേ ആക്സെപ്റ്റ് ദ ഓഫർ ഹാപ്പിലി, ദേ ആക്സെപ്റ്റഡ് ദ ഓഫർ ഹാപ്പിലി, രണ്ടും വ്യത്യാസം ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ജെറൻസ് യൂസ് ചെയ്യുന്നതിലും ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യുന്നതിലുള്ള പ്രശ്നങ്ങൾ. അതായത് ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റ് യു എന്ന് നമ്മൾ സാധാരണ പറയുന്നത് തെറ്റായിട്ടുള്ളൊരു യൂസേജ് ആണ്. ബിക്കോസ് ടു മീറ്റ് യു പറയില്ല, ടു മീറ്റിംഗ് യു എന്നാണ് പറയുക. മീറ്റ് യു എന്നുള്ളതിൻ്റെത് മീറ്റിംഗ് യു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വ്യത്യാസമുണ്ട്. എന്താണെന്ന് അറിയണമെങ്കിൽ അതിന് ഇതേ സെയിം പ്ലേലിസ്റ്റിൽ ജെറൻസ് ആൻഡ് ഇൻഫിനിറ്റീവ് എന്ന് പറയുന്ന ഒരു ക്ലാസ് എടുത്തിട്ട് അത് കൃത്യമായിട്ട് കണ്ടു നോക്കി നിങ്ങൾക്ക് ഇതിന്റെ കാര്യം മനസ്സിലാവും. അത് അങ്ങനെ നമ്മൾ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. എങ്ങനെയാണ് സ്പോട്ട് എറർ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആ സെന്റൻസ് ക്ലിയർ ആയിട്ട് വായിക്കുക, അതിനകത്തുള്ള സബ്ജക്റ്റ്, വെർബ്, മോഡിഫയർ ഒക്കെ കണ്ടുപിടിക്കുക, അതിനകത്തുള്ള ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നമ്മൾ അതിൽ നോക്കുക.
അങ്ങനെ നമ്മൾ അതിൽ നോക്കി നമ്മൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള ചോയ്സസ് നമ്മൾ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ആ സെന്റൻസ് വീണ്ടും ഒന്ന് വായിച്ചു നോക്കുക. അപ്പം നമ്മൾ അങ്ങനെ വായിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിനെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ആണ് അതിൽ നമുക്ക് നോക്കാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.